Hi children, let's look at the remaining part of the lesson. Be safe. Okay, be safe. What we studied in the previous class? What we studied? Yes, we studied about some safety rules that must be followed in a home, school, and on the road, etc. Okay, now we are going to study some safety rules in the bus. നമ്മൾ ബസ് കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? While waiting for a bus, wait in a queue. Get in when your turn comes. നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നതല്ലേ? എന്താ ചെയ്യാ? ബസ്സിൽ കയറുന്നതിന് മുൻപ് നമ്മൾ ക്യൂ ആയിട്ട് നിൽക്കണം. നമ്മുടെ ടേൺ വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാ? ബസ്സിൽ കയറുക. ഓക്കെ, while waiting for a bus, wait in a queue. Get in when your turn comes. Get into the bus one by one. One by one ആയിട്ട് മാത്രം ബസ്സിലേക്ക് കയറുക. ഒന്നായിട്ട് കയറാതെ one by one ആയിട്ട് മാത്രം ബസ്സിലേക്ക് കയറുക. Okay, get into the bus one by one. Next, do not get in or get off a moving bus. ഓടുന്ന ബസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? ചാടി കയറാനും പാടില്ല, ചാടി ഇറങ്ങാനും പാടില്ല. എന്തു പറ്റും? ആക്സിഡന്റ് പറ്റും. Okay, do not get in or get off a moving bus. Okay, next is do not put your arm or head out of a moving bus. ഒരു ഓടുന്ന ബസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൈയും അതേപോലെ തന്നെ തലയും പുറത്തിടാൻ പാടില്ല. Do not put your arm or head out of a moving bus. Do not disturb the driver. ഡ്രൈവറിന് എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പം കോൺസെൻട്രേഷൻ പോയിട്ട് നമുക്ക് എന്ത് പറ്റും? ആക്സിഡന്റ് സംഭവിക്കും. So, do not disturb the driver. These are the safety rules in the bus. Okay, while waiting for a bus, wait in a queue. Get in when your turn comes. Get into the bus one by one. Do not get in or get off a moving bus. Okay, do not put your arm or head out of a moving bus. Do not disturb the driver. Okay, next one is safety at play. കളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? കളിക്കുന്ന സമയത്ത് അതായത് always play in a safe places such as park or a playground. നമ്മൾ കളിക്കാൻ പോകുമ്പോൾ നല്ല സേഫ് ആയിട്ടുള്ള ഒന്നെങ്കിൽ പാർക്കിലോ അതല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിലോ ആണ് കളിക്കാൻ പോകാൻ പാടുള്ളൂ. Then, inform an adult if a swing is broken. Do not play on it until it is fixed. ഒരു സ്വിങ് എന്താ? ഊഞ്ഞാല. അത് പൊട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ കയറുവോ? ഇല്ല. എന്ത് ചെയ്യണം? പൊട്ടിക്കിടക്കുകയാണെങ്കിൽ ഒരു അഡൽറ്റിന് മുതിർന്നവരെ അറിയിക്കണം. അത് പൊട്ടിയത് ശരിയാക്കി റെഡിയാക്കുന്നത് വരെ നിങ്ങൾ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെയും കയറിയിരിക്കാൻ പാടില്ല. ഓക്കെ, സിറ്റ് when you play on the swing. Slow down before you get off. ഊഞ്ഞാലില് നമ്മൾ ആടുമ്പോ എന്ത് ചെയ്യണം? ഇരുന്ന് തന്നെ ആടണം. നമ്മൾ അതിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ സ്ലോ ആക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാ? നിർത്തിയിട്ട് പോവുക. ഓക്കെ, ഡു നോട്ട് ഗോ നിയർ someone who is on a swing. ഊഞ്ഞാലാട് ഒരു കുട്ടി ഊഞ്ഞാലാടുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ അടുത്ത് പോയി നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. യു മേ ഗെറ്റ് ഹേർട്ട്. തട്ടിയിട്ട് നമ്മൾ താഴെ വീഴും അല്ലെ? നെവർ ക്ലൈംബ് അപ്പ് എ സ്ലൈഡ് ഫ്രം ദ ഫ്രണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, സ്ലൈഡിന്റെ പിക്ചർ കണ്ടില്ലേ? ഈ പിക്ചറിൽ നമ്മൾ ഈ ഭാഗത്ത് കൂടി എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങോട്ട് കയറാൻ പാടില്ല. എന്ത്? ഈ സ്റ്റെയർസ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ കയറാൻ പാടില്ല. ഓക്കെ, നെവർ ക്ലൈംബ് അപ്പ് എ സ്ലൈഡ്
from the front. ഈ ഭാഗത്തൂടെ കയറാൻ പാടില്ല. Someone may slide down and hurt you. ഇങ്ങനെ കയറിപ്പോയാൽ എന്ത് പറ്റും? ചില സമയം കുട്ടികള് ഈ സ്റ്റെയർസ് ഉപയോഗിച്ച് കയറി വരുന്നുണ്ടാവും. നിങ്ങൾ ഈ ഫ്രണ്ട് പോർഷനിലൂടെ കയറിപ്പോയാല് രണ്ടുപേരും എന്ത് ചെയ്യും? തട്ടി താഴെ വീഴും. ഓക്കെ. Slide down with your feet first. Only one child should slide down at a time. ഒരാള് മാത്രമേ ഒരു സമയം സ്ലൈഡ് ഡൗൺ ചെയ്യാൻ പാടുള്ളൂ. Follow the rules of the game you play. നിങ്ങൾ എന്ത് കളിയാണോ കളിക്കുന്നത് അതിന്റെ റൂൾസ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. Okay, follow the rules of the game you play. These are the safety rules at play. Okay. Last one is safety in the pool. പൂളില് നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? Do not swim just after you have had a meal. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യാൻ പാടില്ല? സ്വിം ചെയ്യാൻ പോകാൻ പാടില്ല. Okay. Use a swimming tube if you are learning to swim. നീന്തൽ പഠിക്കാൻ തുടങ്ങിയാണെങ്കിൽ നമ്മളിതാ ഇതുപോലുള്ള സ്വിമ്മിംഗ് ട്യൂബ്സ് യൂസ് ചെയ്യണം. കണ്ടോ? സ്വിമ്മിംഗ് ട്യൂബ്സ് കണ്ടില്ലേ? സ്വിമ്മിംഗ് ട്യൂബ്സ് ഉപയോഗിച്ച് മാത്രം എന്ത് ചെയ്യാ? നീന്തല് പഠിക്കാൻ പറ്റുള്ളൂ. ഡു നോട്ട് ഗോ ടു ദ ഡീപ്പ് എൻഡ് ഓഫ് ദ പൂൾ. പൂളിന്റെ ഏറ്റവും അടിയിലേക്ക് പോകാൻ പാടുണ്ടോ? ഇല്ല, അത് ഡേഞ്ചറസ് ആണ്. ഓൾവേസ് സ്വിം ഇൻ ദ പ്രസൻസ് ഓഫ് എ അഡൾട്ട്. എപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ടായിരിക്കണം? ഒരു അഡൾട്ട് ഉണ്ടായിരിക്കണം. അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്വിം ചെയ്യാൻ പാടുള്ളൂ. Safety in the pool. Do not swim just after you have had a meal. Use a swimming tube if you are learning to swim. Do not go to the deep end of the pool. Always swim in the presence of an adult. These are the safety rules in the pool. Last one is first aid. എന്താ ഫസ്റ്റ് എയ്ഡ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. നമ്മൾ സ്കൂളിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടിട്ടുണ്ടോ? എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാല്? The first help that an injured person gets is called first aid. സ്കൂളിൽ നിങ്ങൾക്ക് മുറിവ് പറ്റിയ എന്താ ചെയ്യുക ടീച്ചേഴ്സ്? ആദ്യം അത് കഴുകി ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു കളഞ്ഞതിന് ശേഷം മിസ്സുമാർ എന്ത് ചെയ്യും? മരുന്ന് വെച്ച് തരും അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. The first help. എന്താണ്? ഫസ്റ്റ് ഹെൽപ്പ് that an injured person gets. ഒരു മുറിവ് പറ്റിയ ആൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ഹെൽപ്പിനെയാണ് എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ്. ഓക്കെ. ഫസ്റ്റ് എയ്ഡ് is given before the doctor arrives or before the injured person is taken to a hospital. നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപേ കിട്ടുന്ന ഹെൽപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. ഓക്കെ. There should be a first aid box in school and at home. വീട്ടിലും അതേപോലെ തന്നെ സ്കൂളിലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും ഉണ്ടായിരിക്കണം. A first aid box should contain some medicines, bandage, a pair of scissors and some cotton. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? Yes, there should be some medicines. Necessary medicines should be in that box, and the bandage, pair of scissors and some cotton. Here you can see picture of a first aid box with scissors, cotton, antiseptic lotion, etc. This is a first aid box. We must keep a first aid box in the school and at home. Okay. So this is end of this chapter. What all things we studied in this chapter? That is safety in the bus. Next one is safety at play and safety in the pool. Okay, clear? എല്ലാവർക്കും clear ആയല്ലോ? You have to read the textbook 2 or 3 times. Okay, study the spellings also. Okay, we will meet in the next class. Bye, dear children.